അഞ്ജുഷേ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇത്രയും ഉന്നതമായ ഒരു വിജയം നമുക്ക് നേടാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എത്ര വർഷത്തെ അധ്വാനമാണ്? ഇത് ഒരു 4 കൊല്ലമായി. 2020 4 വർഷത്തെ ഒരു അധ്വാനം. അപ്പോൾ 4 വർഷം കൊണ്ട് നമ്മൾ ഇത്രയും ഉന്നതമായ ഒരു വിജയം സിവിൽ സർവീസിൽ നേടിയ ഒരു അനുഭവം, അത് തീർച്ചയായിട്ടും ഇപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന അനുജിത്തുമാരും അനുജന്മാരും ഉണ്ട്. അവർക്ക് കൊടുക്കാവുന്ന ഒരു പ്രധാന ഒരു അഡ്വൈസ് എന്തായിരിക്കും? പ്രധാനപ്പെട്ട അഡ്വൈസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മൾ മടുത്തു പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഇട്ടേച്ചു പോകാൻ തോന്നാറുണ്ട്. പക്ഷേ അതിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന വർക്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുക. പിന്നെ ഞാൻ പറയട്ടെ, എന്നെ മുന്നോട്ട് നയിച്ചൊരു കാര്യം ദൈവവിശ്വാസമാണ്. ദിസ് ഇസ് വാട്ട് ഈസ് റിക്വയർഡ്. തീർച്ചയായിട്ടും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയി എന്ന് പറയുന്നത് പുതിയ ജനറേഷൻ ഒരു വലിയ മെസ്സേജാണ്. അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. സാർ, ഞാൻ 2021 നമ്മുടെ പ്രിലിംസ് ഡിലേ ആയിരുന്നു. അപ്പോൾ ഒക്ടോബറിലേക്ക് അത് മാറ്റി വെച്ചു. പ്രിലിംസ് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ക്ലിയർ ചെയ്തില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഇങ്ങനെ കുറച്ച് ഹോപ്പ്ലെസ് ആയിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ എനിക്ക് തോന്നി ഓഫ്ലൈൻ ആയിട്ട് വന്ന് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നി. ഇവിടെ വീടിൻ്റെ അടുത്ത് നമുക്ക് പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം പ്രിലിംസ് ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. പിന്നെ ഞാൻ അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മെൻറ്റർഷിപ്പ് എനിക്ക് വളരെ നന്നായിരുന്നു. ജുബിൻ സാറായിരുന്നു എൻ്റെ മെൻറ്റർ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ പാലായിലെ സർവീസസ്. പ്രിലിംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുന്ന പ്രിലിംസ് ആണ്. അപ്പം അത് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട്, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ സിലബസ് വളരെ വാസ്റ്റാണ്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ ഇൻറ്റൻസീവ് സ്റ്റഡി പ്ലാൻ, അത് നമ്മുടെ സിലബസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചങ്ക്സ് ആക്കി മാറ്റി അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് എനിക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റിയത് പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് അവിടെ ജോയിൻ ചെയ്തുകൊണ്ട്. എനിക്ക് സുനിൽ ജോർജ് സാറിൻ്റെ കൂടെ ഒരു 1-on-1 സെഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് വളരെ നല്ലൊരു സെഷനായിരുന്നു. കാരണം സാറ് വളരെ ക്ഷമയോടുകൂടി നമ്മുടെ കൂടെ ഇരുന്ന്, ആദ്യമൊന്നും നമ്മുടെ ആൻസറിങ് ഒട്ടും ശരിയല്ല, പക്ഷേ എങ്കിലും സാറ് വളരെ ക്ഷമയോടുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ മോക്ക് ഇൻ്റർവ്യൂസ് ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെയും വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സും ക്രിറ്റിസിസും ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു.